ADGP MR അജിത് കുമാറിനെ DGPമാർക്കുള്ള ഒരു പ്രമോഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും അത് മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിലാർക്കും വലിയ അത്ഭുതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം പിണറായി വിജയൻ്റെ ഒരു ബ്ലൂ ഐഡ് ബോയ് ആണ് നമ്മുടെ MR അജിത് കുമാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആളുകളൊക്കെ പറയുന്നത് MR അജിത് കുമാർ സംഘപരിവാറുകാരനാണ്, അദ്ദേഹം RSSകാരനാണ്, അദ്ദേഹത്തിന് ഏതെങ്കിലും ഐഡിയോളജി പ്രകാരം അതിനോട് അനുഭാവമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ ഈ ഐഡിയോളജിയൊക്കെ വെറും കാപട്യം മാത്രമാണെന്നും നിലനിൽക്കാനുള്ള, ജനങ്ങളെ പറ്റിക്കാനുള്ള ചില അഭ്യാസ പ്രകടനങ്ങൾ മാത്രമാണെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് MR അജിത് കുമാർ RSS നേതാക്കളെ കാണാൻ പോയത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് അദ്ദേഹം ഷാജ് കിരണിനെ സ്വപ്ന സുരേഷിലേക്ക് അടുത്തേക്ക് അയച്ച് ചില ഡീലുകളുണ്ടാക്കിയും പിണറായി വിജയനെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് നമുക്കറിയാം. സ്വപ്ന സുരേഷിൻ്റെ സുഹൃത്തിനെ തട്ടിക്കൊണ്ടുപോയത് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കുൽസിത പ്രവൃത്തികളൊക്കെ അദ്ദേഹം MR അജിത് കുമാർ നേരത്തെ വിജിലൻസിൻ്റെ ഡയറക്ടറായിരിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്തതെല്ലാം തന്നെ പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ 3 ത്രിതല അന്വേഷണം നടക്കുകയാണ്. ഒന്ന്, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടക്കുന്നു, അതിന് DGP ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വിശദമായൊരു അന്വേഷണം നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതെല്ലാം 6 മാസം 1 കൊല്ലത്തേക്കൊക്കെ സമയം എടുത്താണ് അന്വേഷിക്കാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്രമാതീതമായ സ്വത്തുവകകളിലുണ്ടായിട്ടുള്ള വർധനവിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതും ഇതുപോലെ എവിടെ വരെ എത്തി എന്ന് നമുക്കറിയാൻ പാടില്ല. എന്നെങ്കിലും അന്വേഷണം തീരുമോയെന്നും നമുക്കറിയാൻ സാധ്യതയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടാണ്. ഈ RSS നേതാക്കളെ കണ്ടതൊന്നും നിയമപ്രകാരം തെറ്റായിട്ടുള്ള കാര്യമോ ചട്ടപ്രകാരം നടപടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമോ ഒന്നുമല്ല. അതിൻ്റെയൊക്കെ അന്വേഷണം എങ്ങനെ നടത്തും എന്നുള്ളതും നമുക്കറിയില്ല. കാരണം ദത്താത്രേയ ഹൊസബിളേനെ വിളിച്ചൊന്നും ചോദ്യം ചെയ്യൽ കേരള പോലീസിനെ കൊണ്ടുപോലും നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുമ്പോൾ പോലും ഗവൺമെൻറ് വളരെ കൃത്യമായി ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലൊരു FIR ഇടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഉത്തരവിട്ട് അന്വേഷണം നടത്താനോ ഒരു മെമ്മോ കൊടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. ആ തയ്യാറാകാത്തതിൻ്റെ കാരണം ഗവൺമെൻറ് ഈ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ MR അജിത് കുമാറിനെ കൃത്യമായി സംരക്ഷിച്ച് നിർത്തണമെന്ന് ഉറപ്പുവരുത്തിയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വവും PC ചാക്കോയും വരെ ഒന്ന് കടുംപിടുത്തം പിടിച്ചു നോക്കിയിട്ടാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തിയത്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നതിന് സൂപ്പർ DGP എന്നാണ്. കാരണം സാധാരണ DGPമാർക്കാണ് ക്രമസമാധാന ചുമതല ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനാണ് ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പിന്നെ ഇതിലിപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യമൊന്നും വലിയ സംഭവിച്ചിട്ടില്ല. കാരണം DGPമാർക്കുള്ള പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തി. അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്ന ലിസ്റ്റിൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് അധ്യക്ഷയായിരുന്നത്. ആ ചീഫ് സെക്രട്ടറിക്ക് രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം പോലും നിലവിലില്ല, ഒരു FIR ഇട്ടിട്ടില്ല, ഒരു മെമ്മോ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയേ പറ്റൂ. അതെല്ലാം ഗവൺമെൻറ് കൃത്യമായി ആലോചിച്ച് കൂട്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം നാളെ തന്നെ DGP ആകും എന്ന് പറയുന്ന പ്രചരണവും ശരിയല്ല. കാരണം ഇദ്ദേഹത്തെ DGP ആകാൻ പോകുന്നത് അത് പിണറായി വിജയൻ്റെ സമയത്ത് തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കാരണം 2026 മെയ്യിലോ ജൂണിലോ ഒക്കെയാണ്. അപ്പോഴേക്കും മിക്കവാറും അടുത്ത സർക്കാർ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇദ്ദേഹം DGP തന്നെ ആകാനാണ് സാധ്യത. കാരണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എപ്പോഴും നമ്മുടെ സർവീസിലൊക്കെ വലിയ ഡിമാൻഡുണ്ട്. ഞാൻ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുണ്ടായിട്ടുള്ള വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരുന്നു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് സ്പർജൻ കുമാറിനാണ്. അത് കഴിഞ്ഞ് നിരവധി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരിൽ പലർക്കുമൊക്കെ ആ സ്ഥാനം ലഭിച്ചതുപോലും അവർ കേസുകൾ എങ്ങനെ വളച്ചൊടിക്കാം എന്നുള്ളതും എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതും എങ്ങനെ കേസുകളിൽ അട്ടിമറി നടത്താമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞ് ഞാൻ വിശദമായി ചെയ്തൊരു വീഡിയോ ഇതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും പിണറായി വിജയൻ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വളരെ വളരെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി വിൽക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഷാജ് കിരണിനെ അയക്കാൻ കഴിയുന്ന 45 ഷാജ് കിരണുമായി ബന്ധപ്പെടാൻ കഴിയുന്ന, ഇനി അതൊന്നുമില്ലെങ്കിൽ സരിത്തിനെ തട്ടിക്കൊണ്ടുപോയെന്ന് ഭീഷണിപ്പെടുത്താൻ കഴിയുന്ന ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഇവർക്ക് പഥ്യം. പിന്നെ തൃശ്ശൂർ പൂരം കലക്കിയതാണെങ്കിലും RSS നേതാക്കന്മാരെ കണ്ടതാണെങ്കിലും അതെല്ലാം തന്നെ പിണറായി വിജയന് വേണ്ടിയിട്ടാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ നമ്മുടെയൊക്കെ ഭാഗ്യത്തിന് ഇപ്പോൾ ഉള്ള ദർവേഷ് സാഹിബ് റിട്ടയർ ചെയ്യുമ്പോൾ മാത്രമേ DGP ആയി നമ്മുടെ MR അജിത് കുമാർ ഉയർത്തപ്പെടാനായിട്ടുള്ള സാധ്യതയുള്ളൂ. കാരണം അതിനു മുമ്പ് മനോജ് എബ്രഹാമും മറ്റു ചില ആളുകളും ഒക്കെ ഉണ്ട്. ആ വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോൾ വിശദമായി
പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ദർബാർ സാഹിബ് വിരിയുന്ന അവസരത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട MR അജിത് കുമാർ തലപ്പത്തേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ MR അജിത് കുമാറിന് കൂട്ടാളിയായിട്ട് നമ്മുടെ ഗോപാലകൃഷ്ണഗിരി ചീഫ് സെക്രട്ടറി ആകുന്ന ഒരു കാലവും കൂടി വന്നാൽ അത് ഗംഭീരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഗോപാലകൃഷ്ണൻ്റെ തന്നെ സീനിയറായിട്ടുള്ള ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹവും ഒക്കെ തന്നെ ചീഫ് സെക്രട്ടറി ആയാൽ, കാരണം വേറൊരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ട് കൃത്യമായിട്ട് മാതൃഭൂമി പത്രത്തിന് ചോർത്തി കൊടുക്കുന്ന ആളുകളൊക്കെ കൂടിയാണ് ഇവിടെ ഭരണം നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ട്. ഉദാഹരണത്തിന് കിളികൊല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കഞ്ചാവ് കേസിലെ പ്രതിയെ ജാമ്യമെടുക്കാൻ എന്ന് പറഞ്ഞൊരു DYFI നേതാവിനെ തന്നെ വിളിച്ചു വരുത്തി. നിങ്ങൾ അടിവരയിട്ട് കേൾക്കണോട്ടെ, DYFIയുടെ നേതാവിനെ തന്നെ വിളിച്ചു വരുത്തി. അതവനെയും പിന്നെ അവൻ്റെ ചേട്ടനെയും കൂടി വിളിച്ചു വരുത്തിയതിന് ശേഷം ആ മിലിറ്ററി ഉദ്യോഗസ്ഥനെയും കൂടി അവിടെ നമ്മുടെ പോലീസുകാരൊക്കെ കൈകാര്യം ചെയ്ത പോലീസുകാർക്ക് ശിക്ഷ കിട്ടിയിട്ടാണ്. ഭയങ്കര ശിക്ഷയായിരുന്നു. കാരണം അവരെ സ്ഥലം മാറ്റി, വീടിൻ്റെ തൊട്ടടുത്തേക്കാണ് അവരെ എല്ലാവരെയും തന്നെ സ്ഥലം മാറ്റിയത്. അപ്പോൾ ആ സ്ഥലം മാറ്റിയ കേസിൽ കിളികല്ലൂർ കേസ് അന്വേഷിച്ചത് മെറിൻ ജോസഫാണ്. അപ്പോൾ മെറിൻ ജോസഫ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ വലിയ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് തെളിയിച്ചിരിക്കുന്നു. കാരണം അവർ കൊടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളത് വരെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് ആരാണ് എന്ന് അവർക്ക് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എത്ര വിചിത്രമായ ആചാരങ്ങളാണ്. പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് നടന്നിട്ടുള്ള ഒരു ക്രൈമിൽ അതാരാണ് ചെയ്തത് എന്ന് കണ്ടെത്താൻ പറ്റാത്ത പോലീസുകാരാണ് നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷ നൽകുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അത്തരത്തിലോ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെയോ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട് ഭരിക്കുന്ന കാലം വിദൂരമല്ല. അതിന് പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയക്കാരുമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു ഉത്തരേന്ത്യയിലൊക്കെ പല ബീഹാറിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ലെവലിലേക്കൊക്കെ പോലെ തന്നെ ഏതാണ്ട് അതേപോലെയുള്ളൊരു ഭരണം പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. 10-20 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് വരെ ഏതാണ്ടൊരു E.K. നായനാറിൻ്റെയൊക്കെ ഭരണത്തിന് മുമ്പ് വരെയൊക്കെ അത്രത്തോളം അതപ്പതിച്ചിരുന്നില്ല. കുറച്ചുകൂടി സത്യസന്ധരായ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെയാണ് പലപ്പോഴും കീ പോസ്റ്റുകളിൽ വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ഏറ്റവും ഒടുവിൽ നമ്മുടെ അനിൽ കാന്തിലേക്കും പിന്നെ നമുക്കറിയാലോ ലോക്നാഥ് ബെഹ്റയിലേക്കും പിന്നെ ഇപ്പോൾ ഡോക്ടർ ജയതിലകിലേക്കും ഗോപാലകൃഷ്ണനിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ MR അജിത് കുമാർ നമ്മുടെ DGP ആയി കൂടി ഏതാണ്ട് വാഴും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അപ്പോൾ അതിനെല്ലാത്തിനും ഇനിയിപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് എങ്ങാനും മാറി വന്നാൽ ഇദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കാതിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ സംശയിക്കരുത്. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരത്തിലുള്ള ആളുകളെ വളരെ വളരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവരെല്ലാവരും സസുഖം നീണാൾ വാഴും. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കേരളം സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറുക.